என்ன சோகம் உள்ள இத்தனை நாள் எங்கிருந்த புல்ல இருள தேடும் வேலைக்கில்ல ஒளியா வந்த எனக்குள்ள ஒன்ன மட்டும் வச்சிருக்க உள்ள உன் மோகந்தான் எவோ சிறின் இல்ல வயசும் கத்தி கத்தி தொள்ள உறவ கத்தி கத்தி சொல்ல போரட்டி போட்டு அடிக்குதே புழுதி காத்து பிடிக்குதே மனசு கிடந்து தவிக்குதே மயக்கம் தெளிய மறுக்குதே பாதி வாழ்க்கை வாழறேன் உன் காதலால மீளறேன் என்ன சோகம் உள்ள உனக்குன்னு காத்திருந்த புள்ள ലഞ്ച് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ചേച്ചിയുടെയും അമ്മയുടെയും വേറെയാണ് ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന പണി സാലഡ് അത് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ മുറ്റത്ത് വന്നിട്ട് എന്തൊക്കെയോ കുറേ സമയം ആലോചിച്ചു. അത് കഴിഞ്ഞ് അമ്മ അനാറ് നന്നാക്കി തന്നപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് പെറുക്കി എടുത്ത് തിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുട്ടിയൊക്കെ വേഗമാണ് വിശപ്പ് വന്നത്. അപ്പോൾ മോൾക്ക് വാരി കൊടുത്തു. അവൾ ബാക്കി വെച്ചതും പിന്നെ എനിക്ക് വേണ്ട റൈസും ചിക്കനൊക്കെ എടുത്ത് ഞാനും എന്ത് ചെയ്തു വേഗം കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ച പാത്രം ഉണ്ടായിരുന്നു, സിങ്കിൽ കുറച്ച് പാത്രം വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഞാൻ കഴുകി വെച്ചു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ നിർബന്ധിച്ചു കളിക്കാൻ. അപ്പോൾ ഹെവി ഫുഡൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ ഒരു ഷട്ടിൽ കുറച്ച് കളിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 2 റൗണ്ട് കളിച്ചു. പിന്നെ വേഗം റൂമിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സമയം ഒന്ന് ഉറങ്ങി കേട്ടോ. 1 മണിക്കൂറോളം നല്ലോണം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് സിനിമ കണ്ടു. സിനിമ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, രശ്മികയുടെ നല്ല സിനിമയായിരുന്നു. ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. പിന്നെ മോളുമായിട്ട് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ചു.